അതിരുകളും പുറമ്പോക്ക് ഭൂമിയും സ്പെഷ്യൽ ടീമിനെ വെച്ച് അടിയന്തരമായി തിരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്. ഇലഞ്ഞി കൂരുമലയെ ഹരിത ടൂറിസം പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. എറണാകുളം ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലകളിലൊന്നായ കൂരുമലയിൽ വികസനങ്ങൾക്ക് പ്രധാന തടസ്സമാണ് അതിർത്തി തിരിക്കാത്തതെന്നും അടിയന്തരമായി സാധിച്ചു തരണമെന്നും അഡ്വഞ്ചർ ടൂറിസം ഉൾപ്പെടെ നടപ്പിലാക്കാൻ സാധിക്കുന്ന മേഖലയാണിതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷ പ്രസംഗത്തിൽ നടത്തിയ പരാമർശത്തിന് മറുപടിയായിട്ടാണ് കളക്ടർ അടിയന്തരമായി നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചത്. ടൂറിസം സാധ്യതകൾ വളരെ കൂടുതൽ കണ്ടതിനെ മനസ്സിലാവുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞത് ഈ ബൗണ്ടറീസ് അതിരുകൾ ഇപ്പോഴും വ്യക്തമായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു വലിയ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. വലിയ സർവേ ടീം തന്നെ വെക്കേണ്ടി വരും. ഈ കുറുമല ടൂറിസം കേന്ദ്രം ഈ വലിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. അതിനെയും മെച്ചപ്പെടുത്താനുള്ള എല്ലാ പിന്തുണയും സഹകരണവും ഞാൻ തരുമെന്ന് ഞാൻ ഉറപ്പില്ല. സാറ് വളരെ ശാന്തമായിട്ട് നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് സാറ് പറയുന്ന ഒരൊറ്റ വാക്യമായിരുന്നു, പഞ്ചായത്തിന് റോളില്ല. പക്ഷെ പ്രസിഡന്റ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു പഞ്ചായത്തിന്റെ അധ്യക്ഷ അഭിമുഖീകരിക്കുന്ന ആ സങ്കടാവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ പൊല്യൂഷന്റെ പേപ്പർ കൊടുക്കുക, ഇല്ലെങ്കിൽ നിർത്തിവെക്കാനാണെങ്കിൽ അതിനുള്ള അനുവാദം പഞ്ചായത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ എത്രയും വേഗം അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സാർ എപ്പോഴും എന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സാറ്. DTDCയുമായി ബന്ധപ്പെട്ട് കൂരുമലയെ മികച്ച ശ്രദ്ധാകേന്ദ്രമാക്കാൻ പഞ്ചായത്തിനെ സഹായിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഇലഞ്ഞി കൂരുമലയെ ഹരിത ടൂറിസം പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. MLA അനൂപ് ജേക്കബ് രാവിലെ തന്നെ വിളിച്ച് കൂരുമലയിൽ പോകുമ്പോൾ കൂരുമലയുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതായും കളക്ടർ അറിയിച്ചു. കൂരുമലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയ ഗതാഗത സൗകര്യത്തിനായി കൂടുതൽ റൂട്ട് ബസ്സുകൾ ഈ വഴി അനുവദിക്കണമെന്ന നിവേദനം അദ്ദേഹം സ്വീകരിക്കുകയും കോളേജിലെ 74-ാം വയസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന തങ്കമ്മ ചേച്ചിയെ കളക്ടർ അനുമോദിക്കുകയും ചെയ്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മാജി സന്തോഷ്, ജിനി ജിജോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MP ജോസഫ്, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സുജിത സദൻ, സെക്രട്ടറി തോമസ് ഉമ്മൻ, വിസാറ്റ് കോളേജ് ഡയറക്ടർ ഡോക്ടർ K ദിലീപ്, പ്രിൻസിപ്പൽമാരായ KJ അനൂപ്, രാജു മാവുങ്കൽ, PRO ഷാജി അഗസ്റ്റിൻ, CDS ചെയർപേഴ്സൺ വത്സ വർഗീസ്, നവകേരളം കോർഡിനേറ്റർ MA സുരേഷ്, കില RP മർക്കോസ് ഉലഹന്നൻ, അഞ്ജു സൂസൻ, ABP കുഞ്ഞുമോൻ, ഹരിതകർമ്മസേന ലീഡർ കുമാരി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾ, വിസാറ്റ് കോളേജ് NCC, NSS, നേച്ചർ ക്ലബ് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, CDS അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.